സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹവ് എ നൈസ് ഡേ. ഇന്ന് വ്യാഴാഴ്ചയാണ്. വൈശാഖ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചയാണ്. വൈശാഖ മാസം എന്നും പറയും, മാധവ മാസം എന്നും പറയും. ഈ ഒരു മാസം മഹാവിഷ്ണുവും മഹാലക്ഷ്മി ഭൂമിയിൽ വസിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണൻ്റെ മെസ്സേജസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ കാർഡ് ഭഗവാന്റെ സന്ദേശം, ദ സീക്രട്ട് ബോണ്ട്, പവിത്രമായ ബന്ധം. അതായത് ഭഗവാനും ഭഗവാന്റെ ഭക്തനും തമ്മിലുള്ള ആ പവിത്രമായ ആ ഒരു കൃഷ്ണലീലയോടുള്ള പ്രേമം, ആ പവിത്രമായ ആ ബന്ധത്തിനെ നിങ്ങൾ ദൃഢമാക്കുക, സ്ട്രെങ്തൻ എന്ന് പറഞ്ഞാൽ ദൃഢമാക്കുക. അതായത് കൃഷ്ണൻ്റെ കൃപയാലും കൃഷ്ണൻ്റെ സ്നേഹത്താലും കൃപയാലും തന്നെ നമ്മുടെ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ, കൃഷ്ണനും കൃഷ്ണൻ്റെ ഭക്തരും തമ്മിലുള്ള ആ ദിവ്യ പ്രേമം, ആ ദിവ്യമായ ബന്ധം, അതിനെ ദൃഢമാക്കൂ എന്നുള്ളതാണ് ദ സീക്രട്ട് ബോണ്ട് എന്നുള്ള കാർഡ് പറയുന്നത്. അടുത്ത കാർഡ് എന്താണ്? ദ സെലസ്റ്റിയൽ റൊമാൻസ്, അതായത് സ്വർഗീയമായ പ്രണയം, അതായത് രാധാകൃഷ്ണ പ്രണയം. ഏറ്റവും നല്ല പ്രണയം, അല്ലെങ്കിൽ ഏറ്റവും ശരിയായിട്ടുള്ള പ്രണയം രാധാകൃഷ്ണ പ്രണയമായിരുന്നു എന്നാണ് പറയുന്നത്. ആ രാസലീല സമയത്ത് ഭഗവാന് 10-11 വയസ്സുള്ളൂ. ഇതൊരു ജീവാത്മാ പരമാത്മാ ബന്ധമാണ്. ഡിവോഷണൽ ലവ് അല്ലെങ്കിൽ സെലസ്റ്റിയൽ റൊമാൻസ്, സ്വർഗീയ പ്രണയം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയണത്, നിങ്ങൾ ആ കൃഷ്ണലീലയിലെ ആ കൃഷ്ണപ്രേമത്തിൽ, ആ കൃഷ്ണലീലയിൽ കൃഷ്ണപ്രേമത്താൽ മുഴുകൂ എന്നുള്ളതാണ്. ആ ഒരു അതിനെ നിങ്ങൾ ദൃഢമാക്കുമ്പോൾ ആ കൃഷ്ണപ്രേമം കൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ ഹൃദയത്തിനെയും അത് നിങ്ങളെ ഉയർത്തുന്നു എന്നുള്ളതാണ് പറയണത്. മാത്രമല്ല ഭൗതികമായ അതിരുകളെ മറികടക്കാനും ഈ കൃഷ്ണപ്രേമം, കൃഷ്ണലീലയിലുള്ള ആ കൃഷ്ണനോടുള്ള ആ പ്രേമം, അത് നമ്മളെ ഭൗതികമായ അതിരുകൾ മറികടക്കാനും സഹായിക്കുന്നു. നമ്മുടെ ഹൃദയത്തിനെയും നമ്മുടെ ആത്മാവിനെയും ഉയർത്തുന്നു എന്നുള്ളതാണ് ഭഗവാൻ പറയണത്. അപ്പോൾ അത് സീക്രട്ട് ബന്ധം, സീക്രട്ട് ബോണ്ട് എന്ന് പറഞ്ഞാൽ പവിത്രമായ ബന്ധം, അതിനെ ദൃഢമാക്കാം. ഭഗവാന്റെ ആ സെലസ്റ്റിയലായിട്ടുള്ള റൊമാൻസിൽ മുഴുക. അത് നമ്മളെ ഭൗതിക അതിരുകളെ മറികടക്കാനായിട്ട് സഹായിക്കുന്നു. മാത്രമല്ല നമ്മുടെ ഹൃദയത്തിനെയും ആത്മാവിനെയും ഉയർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഭഗവാന്റെ 2 സന്ദേശങ്ങൾ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.